ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ഇന്നലെ കാണിച്ച് നിർത്തിയിട്ടുള്ളത്, അതായത് മുരളീധരൻ്റെ അനിയൻ തുളസീധരൻ പറയാണ്, നിങ്ങളുടെ മകൾ ഗായത്രി ദേവി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ആ ഷോക്കിൽ ഞെട്ടുകയാണ് മഹേന്ദ്രൻ സാറ്. എന്താ 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 പറയുന്നത്? എൻ്റെ മോൾ ജീവനോടെ ഇല്ലെന്നോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു വല്ലാത്ത രീതിയിൽ വിഷമിക്കുകയാണ്. അപ്പോൾ മറ്റേയാൾ പറയാണ്, ഇല്ല സാർ, ഇപ്പോൾ അവൾ ജീവനോടെ ഇല്ല. ഗായത്രി ദേവിയും അവളുടെ ഭർത്താവും അവളുടെ കുട്ടിയും ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് വെച്ച് മരിച്ചുപോയി സാർ. ഒരു ആക്സിഡൻറ്റ് കാരണമായിരുന്നു അവരുടെ 3 പേരുടെയും മരണം. അത് കേട്ടത് മഹേന്ദ്രൻ സാർ നിയന്ത്രണം വിട്ട് കരയാണ്. അപ്പം മായ പറയാണ്, സാർ കരയല്ലേ സാർ, എന്താ സാർ ഇങ്ങനെ, കരയല്ല സാർ. അയ്യോ, എൻ്റെ മോളും കുട്ടിയും അവളുടെ ഭർത്താവും ഒക്കെ ആക്സിഡൻറ്റിൽ മരിച്ചു പോയെന്നോ? അപ്പം മായക്കാണ് ദേഷ്യം പിടിച്ചത്. മായ പറയാണ്, എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? നേരത്തെ വിളിച്ചപ്പോൾ തന്നെ എന്നോട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാമായിരുന്നില്ലേ? അയ്യോ, അത് നേരത്തെ പറയാമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ പറയാൻ പറ്റിയില്ല. അയ്യോ, എൻ്റെ മോളെ എൻ്റെ അടുത്ത് എത്തിച്ചു തരുമെന്ന് കരുതി. മായ വീണ്ടും പറയാണ്, അങ്കിൾ വിഷമിക്കല്ല അങ്കിൾ. മഹേന്ദ്രൻ സാറ് പിന്നെ ടേബിളിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ച് തട്ടിച്ചാടുകയാണ്. അപ്പോൾ മായ പിടിച്ചു വെക്കാണ്. മായ പറയാണ്, അങ്കിൾ വിഷമിക്കല്ല അങ്കിൾ, അവിടെ ഇരിക്കുക അങ്കിൾ. എൻ്റെ മോള് മരിച്ചു പോയെന്നോ? അപ്പം മായ ചോദിക്കുകയാണ്, ഈ ആക്സിഡൻറ്റ് ഏത് ഡേറ്റിലാണ് നടന്നത്? ഇതിൽ ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പേപ്പർ കൊടുക്കുകയാണ് മായയ്ക്ക്. ആ പേപ്പർ വാങ്ങിച്ചിട്ട് മഹേന്ദ്രൻ സാറ് നോക്കിയിട്ട് കരയാണ്. അപ്പോൾ നല്ലോണം ഒരു വല്ലാത്ത രീതിയിലായ സമയത്ത് മായ പറയാണ്, പ്ലീസ് അങ്കിൾ, കരയാതിരിക്കുക അങ്കിൾ വിഷമിക്കല്ല അങ്കിൾ. പേപ്പറിൽ തന്നെ നോക്കിയിട്ട് അദ്ദേഹം പറയാണ്, മോളെ, എനിക്ക് നിന്നെ ഇങ്ങനെ കാണേണ്ടി വന്നല്ലോ മോളെ. ആ ന്യൂസ് പേപ്പർ കാണിച്ചിട്ട് അദ്ദേഹം പറയാണ്, ഈ പേപ്പറിൽ എൻ്റെ മോളെ കാണാനാണോ, ഇങ്ങനെ കാണാനാണോ ഞാൻ വന്നത്? ഗായത്രി ദേവി ആക്സിഡൻറ്റിൽ മരിച്ചു പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഒന്ന് സമാധാനിക്കൂ സാർ. അപ്പോൾ അവരും പറയാണ്, ദൈവത്തിൻ്റെ വിധി അങ്ങനെയായിരിക്കും സാർ. ഇനിയിപ്പോൾ വിഷമിച്ചിട്ടെന്താ സാർ കാര്യം എന്ന് പറഞ്ഞ് അയാളും കണ്ണൊക്കെ തുടക്കുകയാണ്. ശരി, എന്നാൽ ഇതറിയിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ഇനി ഞാൻ പോകുന്നു. നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത്. എങ്കിലും മനസ്സിനെ ധൈര്യപ്പെടുത്തി സമാധാനിക്കണം സാർ. ഞാൻ പോകുന്നു. പിന്നെ മഹേന്ദ്രൻ സാറിൻ്റെ കരച്ചിലടക്കാൻ വേണ്ടി മായ ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്കിൾ പ്ലീസ് അങ്കിൾ, കരയാതിരിക്കുക അങ്കിൾ. പിന്നെ കാറിൽ കയറിയിരുന്നിട്ടും അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഫോട്ടോയിൽ നോക്കിയിട്ട്, ന്യൂസ് പേപ്പറിൽ നോക്കിയിട്ട് പറയാണ്, നിൻ്റെ അച്ഛൻ്റെ മുഖം പോലും കാണാതെ നീ പോയി കളഞ്ഞല്ലോ മോളെ. നിന്നെ കാണാൻ ഞാനും നിൻ്റെ അമ്മയും ഭാഗ്യം ചെയ്തില്ല മോളെ. ഇനി ഏത് ജന്മത്തിലാണ് മോളെ നിന്നെ കാണാൻ പറ്റുക? പിന്നെ ചന്ദ്രിക കോളേജിലെത്തി. അപ്പോൾ അവിടുത്തെ കൂട്ടുകാരി പറയാണ്, കൊള്ളാലോ ചന്ദ്രികയെ, നീ കുറച്ച് സമയം കൊണ്ട് തന്നെ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ. നീ ആയിരിക്കും കോളേജിൽ ഒന്നാമതായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് കേട്ട് ചന്ദ്രിക പറയാണ്, അങ്ങനെയൊന്നുമില്ല, നീയും നന്നായിട്ട് പഠിക്കുകയല്ലേ. അപ്പോൾ സിദ്ധുവും അവിടെ ഉണ്ടായിരുന്ന പ്രൊഫസർ സിദ്ധുവിൻ്റെ കൂട്ടുകാരനും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്രികയുടെ കൂട്ടുകാരിയും അവരെ കാണുന്നത്. അപ്പോൾ അവൾക്ക് സിദ്ധുവിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. അങ്ങനെ അവൾ അവിടെ തന്നെ നോക്കി നിൽക്കുകയാണ്, സിദ്ധുവിനെ തന്നെ നോക്കിയിട്ട്. അനു മുന്നോട്ട് പോകുന്ന കണ്ടിട്ട് ചന്ദ്രിക കയറി പിടിച്ചിട്ട് പറയാണ്, ഏയ് അനു, നീ നാളെ കോളേജിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. നീയാണെങ്കിൽ ഒന്നും അറിയാത്ത ഭാവത്തിൽ നടക്കുക. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ എല്ലാം അങ്ങ് മറന്നു പോകുന്നു. സത്യമായിട്ടും അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ പോകുന്നവൾ ഭാഗ്യം ചെയ്തവളാ. എന്നിട്ട് അവൾ പറയാം, ആ ഭാഗ്യം ചെയ്തവൾ ഞാനായിക്കൂടാ എന്നുണ്ടോ? ഏയ്, എപ്പം നോക്കിയാലും നിനക്ക് ഈ വിചാരം മാത്രമേ ഉള്ളൂ. അയാളുടെ വിവാഹം കഴിഞ്ഞതാണോ അല്ലയോ എന്ന് പോലും അറിയില്ല. എന്നിട്ട് നീ കയറി അയാളെ പ്രേമിക്കുക. അദ്ദേഹം ആരെ വേണമെങ്കിലും സ്നേഹിക്കട്ടെ, ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കട്ടെ. പക്ഷേ ഞാൻ അദ്ദേഹത്തെയാണ് സ്നേഹിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചന്ദ്രിക പറയാണ്, ദേ, ഇനി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിന്നാലേ ഞാൻ നിന്നോട് മിണ്ടുകയില്ല. ഞാനിപ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് നീ എന്നോട് ദേഷ്യം പിടിക്കുന്നേ? അപ്പോൾ ചന്ദ്രിക പറയാണ്, അദ്ദേഹത്തെ കണ്ടിട്ട് നീ വിചാരിക്കുന്നത് പോലുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ഒരു ജെൻറിൽമാനെ പോലെയുണ്ട്. അദ്ദേഹത്തിന് ആരെയും സ്നേഹിക്കുന്നതും ചുറ്റുന്നതും ഒന്നും ഇഷ്ടമില്ലാത്ത കൂട്ടത്തിലാണെന്നാണ് തോന്നുന്നത്. നീ നോക്കിക്കോ, ഞാൻ അദ്ദേഹത്തെ പ്രേമിച്ച് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുപോയില്ലെങ്കിൽ എൻ്റെ പേര് ഞാൻ മാറ്റിക്കോളാം. ചന്ദ്രിക പറയാണ്, അതൊന്നും നടക്കില്ല, നീ വെറുതെ സ്വപ്നം കാണാൻ നിൽക്കണ്ട. ശരി, അദ്ദേഹത്തെ സ്നേഹിക്കുന്നതെന്ന് പറയുമ്പോൾ നിനക്കെന്തിനാ ദേഷ്യം വരുന്നേ? ഏയ്, അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പോൾ അവൾ പറയാണ്, അടുത്ത തവണ കാണുമ്പോൾ ലവ് ലെറ്റർ എഴുതിയിട്ട് കൊടുക്കാൻ വേണ്ടി പോവാ ഞാൻ. ദേ, ഇങ്ങനെയുള്ള മണ്ടത്തരമൊന്നും ദയവ് ചെയ്ത് ചെയ്യല്ലേ. നീ പോടി, അദ്ദേഹത്തെ വായി നോക്കുന്നത് ഞാൻ മാത്രമാണെന്ന് നിൻ്റെ വിചാരം? നമ്മുടെ കോളേജിൽ 99% ആൾക്കാരും അദ്ദേഹത്തെ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമതെത്താൻ ശ്രമിക്കുന്നത്.
അപ്പോൾ ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ്, സിദ്ധു സാറിനോട് ഇനി കോളേജിലേക്ക് വരണ്ട എന്ന് പറയണം. ശരിടാ, എന്നാൽ ഞാൻ പോട്ടെ. ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. പിന്നെ അവൾ ചന്ദ്രികയോട് പറയാണ്, എന്നെങ്കിലും ഒരു ദിവസം ഞാനും അദ്ദേഹത്തോടൊപ്പം ആ കാറിൽ ഇരുന്നിട്ട് ഒട്ടാകെ കറങ്ങാൻ വേണ്ടി പോകും. അവളെ പിന്നെ ചന്ദ്രിക വാ നീ വാ എന്ന് പറഞ്ഞ് അവളെ വലിച്ചു കൊണ്ട് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് സിദ്ധുവിൻ്റെ അമ്മ ഡ്രസ്സൊക്കെ മടക്കിയിട്ട് അലമാരി തുറന്നിട്ട് അലമാരിയിൽ വെക്കുന്നതാണ്. അപ്പോഴാണ് അവരുടെ കണ്ണിൽ ഒരു ഡയറി പെട്ടത്. എന്നിട്ട് പറയാണ്, ഇതേതാ ഡയറി ഇവിടെ ഇരിക്കുന്നു. അവർ ആ ഡയറി എടുത്തിട്ട് ഓരോരോ ഭാഗങ്ങൾ മറിച്ച് നോക്കുവാണ്. നല്ലൊരു ഞെട്ടലുണ്ടായി ആ സമയത്ത്. ചന്ദ്രികയെ വെച്ച് കവിതയൊക്കെ എഴുതിയിട്ടുണ്ട്. ചന്ദ്രികയുടെ ഫോട്ടോയും ഇവൻ്റെ ഫോട്ടോയും ഒരുമിച്ച് വെച്ചിരിക്കുന്നു. ഭഗവാനെ, എന്താ ഇതൊക്കെ? സിദ്ധു ചന്ദ്രികയെ സ്നേഹിക്കുന്നു എന്നോ? ഭഗവാനെ, എന്തൊക്കെയായി നടക്കുന്നത്? സിദ്ധു ചന്ദ്രികയെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ മേഘയെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞത്? ചന്ദ്രികയെ എപ്പം മുതലായി ഇവൻ സ്നേഹിച്ചു തുടങ്ങിയെന്ന് അറിയില്ലല്ലോ. അവർ വല്ലാത്ത വിഷമത്തിലായി. ചന്ദ്രികയെ സിദ്ധു സ്നേഹിക്കുന്ന കാര്യം ചന്ദ്രികയ്ക്ക് അറിയുമോ എന്നും അറിയില്ല. ഒരുപക്ഷെ ചന്ദ്രികയും ഇവനെ സ്നേഹിക്കുന്നുണ്ടാവോ? ചേ, ഉറപ്പായും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തായാലും ചന്ദ്രിക സിദ്ധുവിനെ സ്നേഹിക്കില്ല. അവളുടെ വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞും ഉള്ളതല്ലേ. പക്ഷേ ഇവൻ ചന്ദ്രികയെ സ്നേഹിക്കുക. ഇത് മുളയിലേ നുഴണം. ഇത് വളരാൻ അനുവദിച്ചാൽ കുടുംബത്തിന് തന്നെ നാണക്കേടാ. അവർ അവിടെ ഇരുന്ന് ചിന്തിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് മഹേന്ദ്രൻ സാറിനെയാണ്. മഹേന്ദ്രൻ സാറ് വിഷമത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ്. അപ്പോൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞ കാര്യമാണ്, താങ്കളുടെ മകൾ ഗായത്രി ദേവി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഗ്രാമാതിർത്തിയിൽ വെച്ച് ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് അവളും അവളുടെ ഭർത്താവും അവളുടെ കുഞ്ഞും അവിടെ വെച്ച് മരിച്ചുപോയി. പിന്നെ അദ്ദേഹം വിഷമത്തോടെ ഭഗവാന്റെ മുമ്പിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ, എങ്ങനെയെങ്കിലും എൻ്റെ മോളെ കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്നെ ഇങ്ങനെ ചതിച്ചല്ലോ. അവസാന കാലത്ത് എൻ്റെ മകളെ എല്ലാം ഏൽപ്പിച്ച് മരിക്കാമെന്ന് വിചാരിച്ചു. അതിനെനിക്ക് ഭാഗ്യമുണ്ടായില്ല. ഇതെല്ലാം കാണാൻ വേണ്ടിയാണോ എന്നെ ജീവനോടെ വെച്ചിരിക്കുന്നത്? എന്തിനാ ഭഗവാനെ എൻ്റെ മകളെ എന്നിൽ നിന്നും അകറ്റിയത്? അത്രയ്ക്ക് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു ശിക്ഷ തന്നത്? അപ്പോൾ അവിടേക്ക് ലക്ഷ്മി വന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, ഏട്ടാ എന്താ ഇത്, അത്ഭുതമായിരിക്കുന്നല്ലോ. ഭഗവാനെ പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ പോലും പൂജാമുറിയുടെ അടുത്തു തന്നെ വരാത്ത ആളാ. ഇന്ന് സ്വയമേ പൂജാമുറിയിൽ വന്ന് നിൽക്കുന്നു. ഒന്നുമില്ല ലക്ഷ്മി, വെറുതെയാ. പൂജാ റൂമിൽ വരാത്ത ഏട്ടനെ ഭഗവാൻ പൂജാമുറിയിൽ എത്തിച്ചത് കണ്ടില്ലേ? അപ്പോൾ ഭഗവാൻ നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നു എന്നല്ലേ അർത്ഥം? ഭഗവാൻ നമ്മളെ മകളെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് നമ്മുടെ അരികിൽ കൊണ്ടുവന്ന് എത്തിക്കും എന്നാ തോന്നുന്നത്. ഇല്ല ലക്ഷ്മി, നമ്മളെ മോള് നമ്മളെ വിട്ടു പോയി. അദ്ദേഹം മനസ്സിൽ പറയാണ്. അപ്പോൾ വീണ്ടും ലക്ഷ്മി ചോദിക്കുകയാണ്, എന്താ ഏട്ടാ, ഏട്ടൻ എന്താ വല്ലാതിരിക്കുന്നേ? ഏയ് ഇല്ല ലക്ഷ്മി, ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ റൂമിലേക്ക് പോവാം. ശരി ഏട്ടൻ പോയിക്കോ, ഞാൻ കോഫി ഇട്ട് കൊണ്ടുവരാം. ആ. പിന്നെ കാണിക്കുന്നത് മേഘയുടെ യഥാർത്ഥ അച്ഛനെയാണ്. ഇതൊക്കെ ചെയ്യിപ്പിച്ച് വെച്ച യഥാർത്ഥ അച്ഛനെ. അയാളടുത്ത് പോവുകയാണ് മുരളീധരൻ്റെ അനിയൻ തുളസീധരൻ. എന്താ തുളസീധര, പോയ കാര്യമൊക്കെ എന്തായി? എല്ലാം നന്നായിട്ട് നടന്നു സാർ. അപ്പോൾ നീ പറഞ്ഞത് മഹീന്ദ്രൻ വിശ്വസിച്ചോ? അതെ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് കണ്ണും പൂട്ടി വിശ്വസിച്ചു. എന്നിട്ട് അദ്ദേഹം മകൾ മരിച്ചുപോയി എന്ന് വിചാരിച്ചിട്ട് ഏങ്ങി കരയുക. മനസ്സ് തകർന്ന് കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത പാവം തോന്നി സാർ. സൂപ്പറായി തുളസീധര, ഇതിനാ ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നത്. വളരെ സൂപ്പറാക്കി നീ. ആർക്കും ഒരു സംശയവും കൂടാതെ നീ നന്നായിട്ട് കൈകാര്യം ചെയ്തു. പിന്നെ പോക്കറ്റിൽ നിന്നും പണമെടുത്ത് കൊടുത്തിട്ട് പറയാണ്, ഇതാ, ഇത് നീ ചോദിച്ച പണമുണ്ട്. ഇതേ നോക്ക്, ഇനി മഹീന്ദ്രനിൽ നിന്നോ മായയിൽ നിന്നോ നിനക്ക് ഫോൺ വന്നാൽ കറക്റ്റായിട്ട് വിശ്വസിക്കുന്ന രീതിയിൽ തന്നെ സംസാരിക്കണം. അവർക്ക് ഇനി നിൻ്റെ മേൽ സംശയം ഉണ്ടാകാൻ പാടില്ല. ശരി സാർ, അത് ഞാൻ നോക്കിക്കോളാം. നിങ്ങളോട് സംസാരിക്കുന്നത് ചിലപ്പോൾ ആരെങ്കിലും കണ്ടാലോ? ഞാൻ പോകുന്നു സാർ. ആ. മഹീന്ദ്ര, നിൻ്റെ മകളെ കണ്ടുപിടിക്കാനായി നീ ഡിറ്റക്റ്റീവിനെ അയക്കുകയാണോ? നിൻ്റെ മകൾ മരിച്ചെന്ന് നിന്നെ ഞാൻ വിശ്വസിപ്പിച്ചത് കണ്ടില്ലേ? ഇനിയെങ്കിലും നീയും ആ ഡിറ്റക്റ്റീവും ചന്ദ്രികയെ അന്വേഷിക്കുന്നത് നിർത്ത്. നിൻ്റെ മകൾ മരിച്ചെന്ന് നീ വിശ്വസിച്ചതുകൊണ്ട് നിൻ്റെ ആസ്തിയും സ്വത്തും പണവും എല്ലാം എത്രയും പെട്ടെന്ന് എൻ്റെ മകൾ മേഘയ്ക്ക് എഴുതി വെച്ചോ. അല്ലെങ്കിലും നീ ഇനി അങ്ങനെ വെക്കാൻ പോകുന്നുള്ളൂ. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയുടെ വീടാണ്. ചന്ദ്രികയുടെ വീട്ടിൽ മലർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ചന്ദ്രിക മലറിന് വേണ്ടിയുള്ള ചോറും കറികളും ഒക്കെ എടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, മലർ ഭക്ഷണം കഴിക്കാൻ വാടാ. ശരി അമ്മേ. മലർ ഭക്ഷണം കഴിക്കാൻ അവിടെ പോയിരുന്നു. അപ്പോൾ അവൾക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന സമയത്ത് വാതിലിൽ മുട്ടുന്ന ഒച്ച കേട്ടു. എന്നിട്ട് മലറിനോട് പറയാണ് ചന്ദ്രിക, അമ്മ പോയി ആരാ നോക്കട്ടെ. അത് മറ്റാരുമല്ല, മഹേഷായിരുന്നു. നല്ലൊരു കള്ളച്ചിരിയോടുകൂടി മഹേഷ് വരികയാണ്. ചന്ദ്രിക ചോദിക്കുക മഹേഷിനോട്, എന്ത് വേണം? നിന്നെയാ വേണ്ടത്. അല്ല വിശക്കുന്നു, ഭക്ഷണം തരുമോ? ഭക്ഷണം വളരെ കുറച്ചേ ഉള്ളൂ ഇവിടെ. സാരില്ല, നിന്റെ കൈകൊണ്ട് ഒരു പിടി ചോറ് കഴിച്ചാലും എൻ്റെ വയറ് നിറയും ചന്ദ്രികയെ. ഉള്ളത് മതി. എന്താ പുറത്തു പോയി കഴിച്ചാൽ പറ്റില്ലേ? എന്താ ചന്ദ്രികയെ, വെളിയിൽ നിന്നും ഭക്ഷണം കഴിക്കരുത് എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതല്ലേ? അതുമാത്രമല്ല, മേഘ മേഡം എനിക്കുള്ള ഭക്ഷണം കൂടി തരണമെന്ന് നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? അത് നീ മറന്നുപോയോ? മലറിനെ മാത്രം നന്നായി നോക്കിയാൽ പോരാ, അവളെ രക്ഷിച്ച എന്നെയും നീ നോക്കണം. എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിലല്ലേ നാളെയും മോളെ എനിക്ക് നന്നായിട്ട് നോക്കാൻ പറ്റൂ. നിനക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവൻ അകത്ത് കയറി മലറിന് ഫുഡ് വാരിക്കൊടുക്കുകയാണ്. അപ്പോൾ അത് കണ്ട ചന്ദ്രിക പറയാണ്, മലർ എഴുന്നേൽക്ക് അവിടെ നിന്ന്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.